ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിതാ രാവിലെ ഇന്നിപ്പോൾ തൂതൊക്കെ വന്നിട്ടില്ല, രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് വൈകി കിടക്കാൻ. ഇന്നലെ കറണ്ടും ഉണ്ടായില്ല. ഒരു 3 മണി 2:30-3 മണിക്ക് കറണ്ട് പോയതാണ്. പിന്നെ എന്നിട്ട് വന്നിട്ട് 11 മണി 11:30 കഴിഞ്ഞിരുന്നു. അപ്പോഴും വരും പോവും ചെയ്യുന്നു. ഞങ്ങളിതാ വൈകി കടന്നുകൊണ്ട് പിന്നെ വൈകിട്ടാണ് നീച്ചത്. അപ്പോൾ മക്കളൊക്കെ ഇപ്പോൾ നീച്ചിട്ടുള്ളൂ. ആരും ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ മക്കൾക്കൊക്കെ ചായ കൊടുക്കട്ടെ ചെയ്ത് ഇന്നലത്തെ വീഡിയോ വേറെ ഇന്നത്തെ വീഡിയോ വേറെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം ഇന്നത്തെ ഒരു ഫുള്ള് റൊട്ടീനും ഇവിടുത്തെ എങ്ങനെയെന്ന് ഞാൻ കാണിക്കാനുള്ളൊരു പൂതിയുണ്ട്. പറ്റുകയാണെങ്കിൽ അത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പോയാലോ. അപ്പോൾ അവിടെ രാവിലെ തന്നെ ഒരമ്മോന് കടയിലുള്ള സാധനങ്ങൾ കാറിൽ കൊണ്ടുപോകുന്നുണ്ട്. വലിയ അമ്മോന്, ചെറിയ അമ്മോൻ്റെ ദോശമാവൊക്കെ കടയിൽ കൂടി കൊണ്ടുപോകാൻ ആളും വന്നിട്ടുണ്ട്. ഓലങ്ങനെ കടയിൽ കൂടി കൊണ്ടുപോകാണ്. ഇന്നലത്തെ കാളവേല എങ്ങനെ ഉണ്ടായിനോ? കൊണ്ടുപോയോ? എന്നിട്ട് എന്തൊക്കെ കണ്ടു പോയിട്ട്? കുറെ കാളകളൊക്കെ കണ്ടോ? ഏതിട്ടും പോയി നിങ്ങള്? പോയോ? അപ്പോൾ ജംസിയാക്കൂട്ട് ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു. ഒരു വന്നപ്പോൾ അജുവിനെ കാണിക്കാൻ വേണ്ടി കുറച്ച് നേരം കൊണ്ടുപോയി. കുറച്ച് നേരം കാട്ടി കൂടുതൽ കുട്ടികളായിട്ട് പോലും പേരും തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിടക്കും. അതായത് അജുവിനെ കൊണ്ടുപോയി ഒരു കണ്ടുപോകുന്നു. തലേന്നിട്ട് ചിക്കൻ കറി, നെയ്ച്ചോറും ചിക്കൻ പീസൊക്കെ ഉണ്ടായിരുന്നു. ഞാനതാ എടുത്തത്. പുട്ടും കടലക്കറിയായിരുന്നു രാവിലത്തെ കടി. ഞാനത് എടുത്തില്ല. അജും ഇസും പുട്ടും ചായയാണ്. കറി അവർക്ക് അത്ര താല്പര്യമില്ലല്ലോ രാവിലെ തന്നെ. അപ്പോൾ പുട്ടും ചായയാണ് ഒരു രണ്ടാളും. ഞാനും റോഷനും നെയ്ച്ചോറും ചിക്കൻ പീസുമാണ് കറി. ഇന്നലെ കടയിൽ ചിക്കൻ പീസും നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ പീസ് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് പൊതുവെ എന്തിമൊക്കെ അങ്ങനെ താല്പര്യം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എടുക്കാതെ. അപ്പോൾ കഴിച്ചിട്ട് വരാം. ഞങ്ങളെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കപ്പോൾ ഇവിടെ മേലത്തെ അമ്മായി നല്ല തിരക്കിലാക്കണം രാവിലെ, അടിയത്തെ അമ്മായി നല്ല തിരക്കിലാക്കണം രാവിലെ. ഇവിടെ കടയിലെ സാധനങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കണൊക്കെ തിരക്കിലാക്കണം അമ്മായികൾ. അപ്പോൾ താഴത്തെ അമ്മായി മേലൊക്കെ പോയിക്കണ ചെന്നോക്കട്ടിനാണ് അത്. ഞാൻ പിന്നെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മായിൻ്റെ അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയിരിക്കണു. പിന്നെ തുടച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്ത്. ഞാൻ തുടക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ തന്നെ തുടച്ചോളാൻ പറഞ്ഞു. കഴിയാനായിരുന്നു. പിന്നെ അമ്മായി അവിടെ വേറെ എന്തോ 1-2 ചെറിയ പണിയിലായിരുന്നു. അല്ലാത്തതൊക്കെ കഴിഞ്ഞിരുന്നു. മക്കളതാ ടി വി കാണുന്നു. സാപ്പുതാ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഹോട്ടലാണ്. അവിടെ ഒരു ബിരിയാണി വെക്കുന്നുണ്ട്. അത് നോക്കിയിരിക്കുകയാണ്. എന്താണ് ജസ്റ്റ് കാട്ടില്ല. അങ്ങനെയുള്ള അവിടെ ആൾക്കാരുണ്ട്. എടുക്കാൻ പറ്റില്ല. ഭയങ്കര ഇന്നിപ്പോൾ പരിപാടിയൊക്കെ ആയതുകൊണ്ടേ ഇന്നിപ്പോൾ ഓൽക്ക് പൂരത്തിൻ്റെ ഹോട്ടലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓല് പിന്നെ ബിരിയാണികൾ ഇങ്ങനെ വെക്കുകയാണ്. ഒരു 2-3 ചെമ്പ് ബിരിയാണികൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ വെക്കാൻ സ്ഥലമായിട്ട് ഒരു പുറത്തേക്ക് ഒരു ചെമ്പ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇതാക്കൂ ഇങ്ങനെ ബിരിയാണി മാമോ പറയുന്നുണ്ട്. പിന്നെ ബാക്കിലെ സൗണ്ടുകളൊന്നും വിഷയമാക്കേണ്ട ഇന്നത്തെ ദിവസം. കാരണം ഞാൻ പറഞ്ഞില്ലേ ഹോട്ടലിലത്തെ തിരക്കും റോഡ് കൂടി വണ്ടി പോണ തിരക്കും ആകപ്പാടെ ഒരു തിരക്കും സൗണ്ടും ആക്കരം. ഞാൻ ബാക്ക്ഗ്രൗണ്ടത്തെ സൗണ്ടൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു കാക്കി ഒരു പൂച്ചയും വന്ന് നല്ല തൊള്ളലുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത്. പറയണത് ചെറിയ അമ്മോന് 2 മക്കളും വലിയ അമ്മോന് 2 മക്കളുമാണ്. അതിൽ വലിയ അമ്മോൻ്റെ മകള് BSc നഴ്സിങ്ങിന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് നിൽക്കുക കഴിഞ്ഞിട്ടുണ്ട്. വലിയ അമ്മോൻ്റെ രണ്ടാമത്തെ മോന് ഡിഗ്രി 2nd ഇയറുമാണ്. ചെറിയ അമ്മോന് ഇതേമാതിരി 2 ചെറിയ മക്കളാണ്. ഒരാൾ 8ാം ക്ലാസ്സൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട്. വലിയ ആൾ, ചെറിയ ആൾ 4ഒക്കെ ഏക്കരം. അങ്ങനെ 2 ആൺകുട്ടികൾ തന്നെയാണ്. ഞാൻ പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ അമ്മായി ബിരിയാണി വെക്കണ നല്ല തിരക്കിലായിരുന്നു. ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വന്നാൽ പിന്നെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് പണി. വൈകുന്നേരം ഒരു ജംസിയാക്കും ചെറുക്കന്മാരും പോലെ എല്ലാവരും വരും. പിന്നെ ഒരു ചെറിയ മേമ ഒരു വരും. പിന്നെ കണക്ക് പോയിക്കാണ്. അമ്മായികളവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന തരത്തിലാണ്. നല്ല ബിരിയാണി ഉണ്ടെന്ന്. ബിരിയാണി
ബിരിയാണി ഉണ്ടാക്കണ തിരക്കും ബിരിയാണി ഉണ്ടാക്കുകയാണ്. നമ്മണ്ട് താഴ്ച മക്കളൊക്കെ ഇവിടെ ഓരോ ഗെയിം കളിച്ചും കൊണ്ടാണ്. ഇതുണ്ട് ഇവിടെ. നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെ വിശേഷം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞങ്ങളിതാ വെറുതെ റോട്ടിക്കൊന്ന് ഇറങ്ങിയതാണ്. ഞാനും സബാസും കുട്ടിനായിട്ട് ഇങ്ങനെ കാരണപ്പോൾ കുട്ടിനായിട്ട് ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയതാണ്. ഓരോ കാഴ്ചകൾ കാട്ടിത്തരാം. ഞങ്ങൾ ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ മുന്നിൽ തന്നെ നല്ല പൊരിക്കച്ചവടം മുറുക്ക് അങ്ങനത്തെ കച്ചവടക്കാർ. അപ്പുറത്ത് പിന്നെ കുറേ വേറെ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ വെയിലുകൊണ്ട് റോട്ടിൽ കണ്ട് ഇറങ്ങാൻ പോലല്ല. ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. പിന്നെ റിട്ടേൺ ഞങ്ങൾ പെരീക്കനെ തിരിച്ചു പോവുകയും. അപ്പോൾ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ട് മേമീറ്റും പെരിന്തൽമണ്ണയിൽ പോയിരുന്നു. പിന്നെ മോന് ചോറ് എടുത്തുനിന്ന് ഉറക്കാലോ കരുതി ഞാൻ വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ അജുനെ വിളിച്ചപ്പോൾ മോന് ചോറ് കഴിച്ചാൻ വരുന്നില്ല. ഇന്ന് എനിക്കൊരു പ്രത്യേകത ദിവസമാണ്. അതെന്താണ് പൊന്ന? ഞാൻ ആ ദിവസം മിക്കവാറും മിക്ക ദിവസങ്ങളൊക്കെ ഞാൻ ഈ ദിവസം വരുമ്പോൾ ഞാനും ഇവിടെ തന്നെ ആക്കരം. അതെന്താണ്? ആരത്? ആ അജോ, ഇന്നെന്താ ദിവസത്തിൻ്റെ പ്രത്യേകത മെച്ചിൻ്റെ? ആരത്? അതെ, ഇന്നൊക്കെ നിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ മിക്ക ദിവസങ്ങളിലൊക്കെ ബർത്ത്ഡേ ആകുമ്പോൾ ഇവിടെ തന്നെ കയറാം. വീട്ടിലുണ്ടാവില്ല, അധികം ഇവിടെ തന്നെ കയറാം. എൻ്റെ ബർത്ത്ഡേ ദിവസം ആരും മറക്കലില്ല. കാരണം ഇവിടുത്തെ പൂരം എൻ്റെ ദിവസം ഒന്നാണ്. പിന്നെ മേലക്ക് വന്നപ്പോൾ അമ്മായി നല്ല ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം. അത് ദമ്മൊക്കെ പൊട്ടിച്ച് അപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ബിരിയാണി ആയാൽ മതി, അത് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടെങ്കിൽ 2-3 വട്ടമൊക്കെ ഞാൻ കഴിക്കും. അജുനും ഇസുവിനും പിന്നെ ഞാൻ ചോറൊക്കെ വാരി കൊടുത്തു. ഒരു 2 ഭക്ഷണം ഞാൻ വാരി കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാതിരുന്നത്. മക്കൾക്ക് 2 പേർക്കും പിന്നെ കൊടുത്തപ്പോൾ ഞാനും കഴിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മോൻ്റെ മോനുണ്ട് ചെറുത്. അപ്പോൾ ഓന് ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ അമ്മായി ഓനോട് ഇങ്ങനെ അതും പറയണ്ടേ. പിന്നെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. പെയ്യോ ഇതിങ്ങനെ നിൽക്കുന്നു. പിന്നെ ഞങ്ങളങ്ങനെ പോയി കടന്ന് കുറച്ച് നേരം. ഞങ്ങളൊന്ന് കടന്ന് നീച്ചപ്പോൾ നല്ല മഴ പെയ്തുക്കണം. പക്ഷെ പെയ്ത് പോയിട്ടുണ്ട് അത്. എന്നാലും കച്ചവടക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ആ മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ടൈം. ഇതാണ് ഞങ്ങളെ അവസ്ഥ. പോസ്റ്റ് അടിച്ച് മഴ പെയ്ത് നേരത്തെ തന്നെ മഴ പെയ്ത് പോയതുകൊണ്ട് പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ ചായ അടിക്കാൻ വന്നു. കടിയൊക്കെ കൊടുത്തു. അജ, എത്ര ഉറുപ്പിക പാർക്കിങ്ങിന്? എത്ര ഉറുപ്പിക ഇട്ടിട്ടാ? ഇതാ ഈ 2 കക്ഷികളാണ് പാർക്കിംഗ് ചാർജ് വാങ്ങണത്. ഞങ്ങൾ പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ വണ്ടികൾ പോണേയും കാര്യങ്ങളും ആൾക്കാർ പോണയൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഭൂതങ്ങൾ പോകുന്നുണ്ട്, ഓരോ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരവെടുത്തി, നല്ല തിരക്കൂടലെടുത്തി. അജ്മോനിട്ടൊക്കെ പിന്നെ അവർക്ക് പാർക്ക് ചെയ്തൊക്കെ കായ് കിട്ടിയിരിക്കണം. പാർക്കിംഗ് ചാർജ് ഒരു വാങ്ങണുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങലെടുത്തു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും കൂടി. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യട്ടെ വെച്ച് ഇങ്ങനെ വരിക വണ്ടിക്കാരൊക്കെ. ഇവിടേക്ക് പാർക്ക് ചെയ്യാൻ കയറ്റിയാൽ അമ്മമാർ വണ്ടി കൊണ്ട് വന്നാൽ കയറാൻ ബുദ്ധിമുട്ടാക്കണം. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആരും കയറ്റിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇട്ടാൽ ഞങ്ങൾ കുറച്ച് നേരം വീടിന് ഉള്ളിൽ പോയിട്ട് പിന്നെ പുറത്തിറങ്ങിയത്. അപ്പോൾ വീണ്ടും തിരക്ക് കൂടുകയാണ്, കുറയില്ലല്ലോ ഇനി. ഏകദേശം പൂരം പിരിഞ്ഞപ്പേ ബസ്സിലൊക്കെ ഒരു തിരക്ക്
അത്യാവശ്യം ബ്ലോക്കുമായി, ബസ്സിൽ നല്ല തിരക്കുമായി. നമ്മൾ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ വന്നിട്ടാണ്. ഇതിനൊക്കെ ബ്ലോക്കാണ്. പിന്നെ എല്ലാവർക്കും ഐസ് വാങ്ങി തന്നു. അജുവിൻ്റെയും പാർക്കിംഗ് ഐസ് ഇട്ടുണ്ട്. എല്ലാവരും ഐസ് വാങ്ങി. പിന്നെ വൈകുന്നേരം ഞങ്ങൾ മരുന്നടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടേക്ക് പോവുമായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ വീഡിയോസ് എടുത്ത് ഞങ്ങൾ പൂരം കാണാൻ അങ്ങോട്ടൊന്നും പോകില്ല. ഞങ്ങൾ ഉമ്മേരത്ത് നിന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ അനിയ ഓരോ വീഡിയോസ് എടുത്തതാണ് നിങ്ങൾ നടക്കുക കണ്ടത്. അല്ലാതെ ഞങ്ങൾ പോയി എടുത്തതൊന്നുമല്ല. ഞങ്ങൾ പിന്നെ അങ്ങനെ ഇവിടെ പോയിട്ട് അവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്തോ ഒരു തിരക്കാണ്. പിന്നെ കുറച്ച് ടൈം അവിടെ നിന്നിട്ടാണ് ഒരു 11 മണി 11:15 ആയിട്ടാണ് പൊട്ടൽ നടത്തിയത്. അപ്പോൾ അവിടുന്ന് നേരിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത്. എല്ലാ കൊല്ലം ഇങ്ങനെ ഇവിടെ വന്ന് നിങ്ങൾ കാണാൻ വരവുണ്ട് എല്ലാവരും. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും. നല്ല ഭംഗിയാണ്. ഇങ്ങനെ നല്ല ഉയർത്തി പോയിട്ടാണ് ഇക്കൊല്ലം പൊട്ടിയത്. കുറച്ച് തോനുണ്ടാവും ചെയ്തിരുന്നു. എനിക്കാണെങ്കിൽ ഇസുവിനെ എടുത്ത് നിൽക്കാനും കഴിയണില്ല. നല്ല തിരക്കുമുണ്ട്, കയ്യിൽ ഫോണും ഉണ്ട്, ഒക്കത്ത് ഓനും ഉണ്ട്. ഓനാണെങ്കിൽ കടന്നുറങ്ങുക, തോളിൽ നല്ല ഉറക്കമാണ്. പെട്ടെന്ന് അവനും നെട്ടി ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ. പിന്നെ അയാളെ നോക്കിങ്ങാണ്ട് പിന്നെ അങ്ങനെ കടന്നുറങ്ങി. ഏതായാലും കുറേ ടൈം പൊട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ പുത്തിരി ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അതിന് കുറേ ടൈം ഞങ്ങളാണെങ്കിൽ നിന്ന് കണ്ടു. പിന്നെ നല്ല ലാസ്റ്റ് ഞങ്ങൾ പോയി ഒന്ന് പൊട്ടി നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പോയി. പിന്നെ മേലെ കയറി ഇപ്പോൾ ലാസ്റ്റ് 2-3 വീണ്ടും പൊട്ടി. അതായാലും വലിയതായിട്ട് പൊട്ടിയത്. അമ്മായി മേമയും വലിയ അമ്മായി മേമയും അതേമാതിരി മേലൊന്നും വന്നിട്ടില്ല. ചെറിയ അമ്മായിയും ഒരു മേമയും മൂത്തമ്മയും ഞാനും മക്കളൊക്കെ ഞങ്ങളൊക്കെ വന്ന് കണ്ടുപോയി. ഞങ്ങൾ കരുതിയത് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുക എന്നാണ്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളൊന്നല്ല, എത്രങ്ങാനും ആൾക്കാരാണ്. ഹിന്ദുസിലേറെ കൂടുതൽ മുസ്ലിംസാണ്. ഹിന്ദുസ് ഇല്ലെന്നാ, ഫുള്ള് മുസ്ലിംസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ഇസുവിനെ ഞാൻ ഉണർത്തി, ഒന്നൊന്ന് കാട്ടിക്കൊടുക്കാമല്ലോ എഴുതി. പിന്നെ ഞങ്ങളങ്ങനെ കഴിഞ്ഞപ്പോൾ അങ്ങനെ കയറിപ്പോന്നു. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. നേരം 12 മണിയാവാനായിട്ടുണ്ടാവും പോന്നപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ കടന്നുറങ്ങി. മക്കളെയൊക്കെ ഞാനങ്ങനെ കടത്തി ഉറക്കി. നേരം വെളുത്തിട്ട് നമുക്ക് കടയിൽ കൂടി പോവാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങനെ ഉറക്കി മക്കളൊക്കെ. ഞങ്ങളിതാ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാണ്. അങ്ങനെ പിന്നെ കടയിൽ കൂടി മുന്നിൽ കൂടിയൊക്കെ ഇങ്ങനെ എത്തിയപ്പോൾ ഓരോന്നിങ്ങനെ കാണാൻ നല്ല രസമല്ലേ. ഇങ്ങനെ പുറത്ത് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇറങ്ങി നടന്ന് നോക്കി കുറച്ച് ടൈം. മക്കളായിട്ടൊന്നും പുറത്തിറങ്ങാനും പറ്റില്ല. കണ്ടതൊക്കെ ഒരു ആവശ്യമൊക്കെ. ഇസു ആദ്യം ഒന്നും മുണ്ടാതെ നോക്കി നിന്നു. പിന്നെ പതുക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചൂണ്ടൽ ഉടത്തിയോന്. അജുവിനായിട്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഴപ്പമാണ് അങ്ങനത്തെയൊക്കെ ഒരവസ്ഥ. ഇസുവിനും അജുവിൻ്റെയിലേറെയാണ് കാണുന്നതൊക്കെ ഇസുവിന് ആവശ്യമുണ്ട്. കുറേ ടൈം മുണ്ടാതെ നിന്ന് ഇങ്ങനെ എല്ലാതും നോക്കി. പിന്നെ ഓരോന്ന് വേണമെന്ന് അറിയലെടുത്തി. ഏതായാലും അവിടുന്ന് ഒന്നും ഞാൻ പിന്നെ വാങ്ങിയൊന്നുമില്ല. കുറച്ച് ടൈം അവിടെ നിന്ന് കണ്ടിട്ട് അങ്ങനെ പോയി. കാരണം ഞങ്ങൾക്ക് 11 മണി 11:30 ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ തന്നെ പോരേണ്ടി വന്നു. കാരണം വൈകുന്നേരം നല്ല കാറ്റും മഴയൊക്കെയല്ലേ ഇപ്പോൾ മക്കളായിട്ട് ബുദ്ധിമുട്ടാക്കണം ബസ്സിൽ പോരും പറഞ്ഞപ്പോൾ ഞാനങ്ങനെ നേരത്തെ കാലത്ത് തന്നെ പോരാൻ വേണ്ടി നിന്നു. പിന്നെ ജംഷയ്ക്ക് ഞങ്ങൾ കോട്ടപ്പള്ളക്ക് കൊണ്ടുവരാൻ വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എളുപ്പം പോരാൻ നോക്കി. കാരണം ജംഷയ്ക്കും തന്നെ വേറെ എവിടേക്കെങ്കിലും പോയാൽ പിന്നെ ഞങ്ങൾക്ക് പോരാൻ ബുദ്ധിമുട്ടാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.